നാട്ടിൻപുറത്തൊക്കെ ഉള്ളവർ ഒരിക്കലെങ്കിലും കഴിച്ചിട്ടുള്ള ഒരു വിഭവമായിരിക്കും ചേനത്തണ്ട് തോരൻ. ചേനത്തണ്ട് തോരൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കണം. അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെയൊക്കെ വീടുകളിൽ ഇപ്പം സിറ്റിയിലൊക്കെ താമസിക്കുന്നവരാണെങ്കിലും മിക്കവാറും വീടുകളിൽ ടെറസിലൊക്കെ ആയിട്ട് ചാക്കിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചേന വളർത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് ഇതുപോലെ വിളഞ്ഞിട്ടുള്ള ഒരു തണ്ട് നമുക്ക് എടുക്കാം. പുതിയതായിട്ട് വന്നിട്ടുള്ള തണ്ടിന് കേടൊന്നും വരാത്ത രീതിയിൽ നമുക്ക് ആ പഴയ തണ്ട് ഒന്ന് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഞാൻ ചേനയുടെ തണ്ട് മാത്രം എടുക്കുന്നത്, അതുകൊണ്ട് ആ ഇല വരുന്ന ഭാഗത്ത് അതൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട് തണ്ട് മാത്രം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് കഴുകിയൊക്കെ എടുത്ത് വയ്ക്കാം. നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ അരിയാൻ എളുപ്പത്തിനായിട്ട് വേണമെങ്കിൽ ഇതുപോലെ 2-3 കഷ്ണമായിട്ട് കഷ്ണിച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഇതിന് പുറമേ വരുന്ന തൊലിയെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. അതിന് പുറത്ത് ഇതുപോലെ നാര് പോലെ വരും. അപ്പോൾ നമുക്കതിങ്ങനെ ചീകി എടുത്ത് കളഞ്ഞാൽ മതി. എളുപ്പത്തിൽ നമുക്ക് കൈകൊണ്ട് നമുക്കെല്ലാം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. നമുക്ക് കത്തി തന്നെ ഉപയോഗിച്ചിട്ട് ആ പുറമേ വരുന്ന തൊലി ഇതുപോലെ നമുക്ക് ചീകി എടുക്കാവുന്നതേ ഉള്ളൂ. എളുപ്പത്തിൽ തന്നെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇതിൻ്റെ പുറമേ വരുന്ന ആ ഒരു തൊലിയൊക്കെ ചീകി എടുത്തിട്ട് നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതുപോലെ നമ്മൾ നടുവേ ഒന്ന് കീറിയിട്ട് ഒരു 3ആയിട്ടോ 4ആയിട്ടോ എല്ലാം ഒന്ന് കീറി എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാനത് എളുപ്പമായിരിക്കും. വെന്ത് വരാനാണെങ്കിലും അതായിരിക്കും എളുപ്പം. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ള ഓരോരുത്തർക്ക് അവർക്ക് സൗകര്യമുള്ള അനുസരിച്ചിട്ട് ചെറുതാക്കിയോ വലുതാക്കിയോ ഒക്കെ കഷ്ണിച്ചെടുക്കാം. ചേനത്തണ്ടിനൊപ്പം ചെറുപയറും കൂടെ ചേർക്കുമ്പോഴാണ് അതിന് നന്നായിട്ട് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഞാനൊരു 1/2 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് കുക്കറിൽ ഒരു വിസിൽ വരും വരെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ അരപ്പിന് ആവശ്യത്തിനുള്ളത് എടുക്കാം. അതിനായിട്ട് നമ്മുടെ എരിയുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം. ഞാനൊരു 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഒരല്ലി വെളുത്തുള്ളി, ഒരു 2 പിടി തേങ്ങ ചേർത്തിട്ടുണ്ട്. ഇനി അല്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം ജീരകപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ജീരകം ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് കറക്കിയെടുക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിനുള്ളിലേക്ക് നമുക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിനുള്ളിലേക്ക് നമുക്ക് അല്പം കടുകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് പൊട്ടി മാറുമ്പോഴേക്ക് നമുക്ക് അതിനുള്ളിലേക്ക് ഒരു സവാള ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ചേനത്തണ്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുൻപായിട്ട് വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ചേനത്തണ്ടും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വഴറ്റി എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഉള്ളിയും ഈ ചേനത്തണ്ടും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് യോജിപ്പിക്കാം. ഇനി നമുക്ക് ഈ ചേനത്തണ്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് വെന്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ നമുക്ക് ചൊറിയാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് കഴിക്കുന്ന സമയത്ത്. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട്, എന്നാൽ ഒരുപാടങ്ങ് അവിഞ്ഞു പോകാത്ത രീതിയിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് വെന്ത് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പയറും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കണം. പയർ വേണമെങ്കിൽ ചേർത്താൽ മതി. ഗ്യാസിൻ്റെയൊക്കെ ഇഷ്യൂസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പയർ ചേർക്കണമെന്നില്ല. പയറിൻ്റെ അളവാണെങ്കിൽ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. എന്നാലും രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ കിടക്കുന്നതായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റി ആവുന്നത്. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വെച്ചിട്ട് ഒന്നും കൂടെ അടപ്പ് മൂടി വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കാം. നമ്മൾ ഓൾറെഡി പയർ വേവിച്ച കൂട്ടത്തിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചേനത്തണ്ടിനും അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒന്നും കൂടെ ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കാം. എന്നിട്ട് ആ പയറും ചേനത്തണ്ടും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത അരപ്പും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. ഇതുവരെയും ഇത് തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു തവണ ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ. ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീണ്ടും നിങ്ങൾക്കിത് തയ്യാറാക്കാനായിട്ടുള്ള ഒരു ഇഷ്ടം ഉണ്ടാവും.